ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് വളരെ വ്യത്യസ്തമാകുന്ന ഒരു ചിന്ത ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ ചിന്ത ഇപ്രകാരമാണ്: പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അറയിൽ കടന്ന് രഹസ്യത്തിലുള്ള പിതാവിനോട് പ്രാർത്ഥിക്കണം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 6-ാം വാക്യത്തിലാണ് ഈ കാര്യം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു വാക്ക് അറയിൽ കടന്ന് എന്നുള്ളതാണ്. അപ്പോൾ ഒരു റൂം എന്നതിനേക്കാൾ ഉപരിയായി ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് അറയിൽ കടക്കുക. അപ്പോൾ ഒരു സ്റ്റോർ ഹൗസ്, സീക്രട്ട് ചേംബർ എന്നൊക്കെയുള്ള വാക്കാണ് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ അറയിൽ കടന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്? അപ്പോൾ ഒരു റൂമിൻ്റെ അകത്തേക്ക് കടന്നാൽ പുറത്തു നിന്നുള്ളവർക്ക് അകത്തിരിക്കുന്ന നമ്മളെ കാണാം, അകത്തിരിക്കുന്ന നമുക്ക് പുറത്തുള്ള കാര്യങ്ങളെ കാണുവാനും ഗ്രഹിക്കുവാനും ഒക്കെ കഴിയും. അതിനേക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത് ഒരു അറയിൽ കടക്കുക എന്ന് പറഞ്ഞാൽ ഒരു സീക്രട്ട് ചേംബറിലേക്ക് കടക്കുക, അല്ലെങ്കിൽ ബാൺ എന്ന് പറയുന്ന ഒരു വാക്ക്. ഈ പത്താഴം എന്നൊക്കെ പറയുന്നത് പോലെ ധാന്യങ്ങളൊക്കെ കരുതി വെക്കുവാൻ ഒരുക്കിയിരിക്കുന്ന ഒരു റൂമാണ് ഈ ബാൺ എന്ന് പറയുന്നത്. അപ്രകാരമുള്ളൊരു റൂമിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ പുറത്തു നിന്നുള്ള വെളിച്ചമോ പുറത്തു നിന്നുള്ള യാതൊരു തരത്തിലുള്ളതാകുന്ന ഡിസ്റ്റർബൻസുകളോ നമുക്കില്ലാതെ, അല്ലെങ്കിൽ അകത്തിരിക്കുന്ന നമുക്ക് പുറത്തുള്ള ഒരു കാഴ്ചകളും ശ്രദ്ധ തെറ്റിക്കാതെ നമുക്കവിടെ സ്വസ്ഥമായി ഇരിക്കുവാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാകും. ഒന്ന്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളതൊക്കെ നമ്മളെ അട്രാക്റ്റ് ചെയ്യത്തക്ക രീതി, നമ്മളെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള ഒരു റൂമിൽ ഇരിക്കുവാനുള്ള ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ പുറത്തുള്ള ഒരാൾക്ക് നമ്മളെ കാണുവാനോ നമ്മളുടെ ശ്രദ്ധയെ തിരിക്കുവാനോ കഴിയുന്ന ഒരു റൂമിൽ ഇരിക്കുവാനല്ല ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത്. അറയിൽ കടക്കുക എന്നുള്ളതാണ്. അപ്പോൾ അറയിൽ കടന്നു കഴിഞ്ഞാൽ ഒരു ഇരുട്ടിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്രകാരമാണ് അറകളൊക്കെയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ അതേ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുള്ള ഒരു കാര്യങ്ങളും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാതെ, അല്ലെങ്കിൽ പുറത്തുള്ള ഒരാൾക്ക് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാതെ, ഒരു വസ്തുവിനും നമ്മളെ സ്വാധീനിക്കാൻ കഴിയാതെ നമ്മൾ ലോകത്തിൽ നിന്നും വേർപെട്ടിട്ട് എന്ത് ചെയ്യുകയാണ്? ഒരു അറയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവും നാമും മാത്രം സമ്പർക്കം ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു റൂമിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിട്ട് നമ്മൾ രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തെ മർമ്മമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ പ്രാർത്ഥന എന്ന് പറയുന്നിടത്താണ് പിശാച് നമ്മുടെ ശ്രദ്ധയെ തെറ്റിക്കുവാനായി പലതരത്തിലുള്ള കാര്യങ്ങളെ കൊണ്ട് ചെന്ന് നമ്മുടെ ഏകാഗ്രതയെ മുടക്കിക്കളയുന്ന അനുഭവങ്ങൾ നമ്മുടെ എത്രയോ പ്രാർത്ഥനകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മളേറ്റവും അധികം ഡിസ്റ്റർബ് ചെയ്യുന്നത് പുറത്തു നിന്നുള്ള ആകർഷണീയങ്ങളായ ശബ്ദങ്ങൾ, ഇല്ലെങ്കിൽ അതുപോലെയുള്ളതാകുന്ന എന്തെങ്കിലും ഒരു കാഴ്ചകൾ നമ്മുടെ പ്രാർത്ഥനയുടെ ശ്രദ്ധയെ പലപ്പോഴും തെറ്റിച്ച് കളയാറുണ്ട്. എന്നാൽ അറയിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും പുറത്തു നിന്നുള്ള ഒരു കാര്യങ്ങളും ഡിസ്റ്റർബ് ചെയ്യത്തില്ലെന്ന് നമുക്ക് സ്പഷ്ടമായി അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ബങ്കർ പോലെയുള്ള, ഇല്ലെങ്കിൽ അറ പോലെയുള്ള ഒന്നിലേക്ക് കടന്നു കഴിയുമ്പോൾ പുറത്തു നിന്നുള്ള ഒരാൾക്ക് നമ്മളെ കാണാൻ കഴിയില്ല. അകത്തിരിക്കുന്ന നമുക്ക് പുറത്തുള്ള ഒരു കാഴ്ചയും കാണാൻ കഴിയാതെ നമ്മുടെ ശ്രദ്ധയെ ഏകാഗ്രമാക്കുവാൻ കഴിയുമെന്നുള്ളതാണ് ഈ അറയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ദൈവവും നമ്മളും തമ്മിൽ മാത്രം മുഖാമുഖം കണ്ടുകൊണ്ട് സംസാരിക്കുന്ന, നമ്മുടെ ശബ്ദം ദൈവത്തിനും ദൈവത്തിൻ്റെ ശബ്ദം നമുക്കും കേൾക്കുവാൻ കഴിയത്തക്ക രീതിയിലുള്ളതാകുന്ന ഒരു സാഹചര്യം നമ്മൾ ഒരുക്കിയിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അകത്ത് പ്രാർത്ഥനയുടെ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബ് ഉണ്ടാകും നമ്മളിതിനെ അനുഭവിച്ചറിഞ്ഞു. കുഞ്ഞുങ്ങളുടെ കരച്ചിലുകൾ, ഭവനത്തിലുള്ളവരുടെ വിളികൾ, പുറത്തുള്ളവരുടേതാകുന്ന ഒച്ചകൾ, ഇതൊക്കെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാറുണ്ട്. എന്നാൽ ഇന്ന് ദൈവദാസന്മാരെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനകൾ ഡിസ്റ്റർബ് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് വളരെ കൃത്യമായും വ്യക്തമായും ഞാൻ ദൈവദാസന്മാരോട് പറയുന്നത്, തീർച്ചയായും ഈ മൊബൈൽ ഫോണുകൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് അകറ്റി വെക്കുന്നുവെങ്കിൽ, നമ്മുടെ പ്രാർത്ഥനയുടെ അറകളിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പായി നമ്മുടെ മൊബൈൽ ഫോണുകളെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ അകത്തേക്ക് കടക്കുന്നുവെങ്കിൽ ഏകാഗ്രമായി നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. ഇല്ല എങ്കിൽ ഒരു മെസ്സേജിൻ്റെ ശബ്ദമോ ഒരു മിസ്ഡ് കോളോ, ഇല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കുന്നവരുടെ ഒരു വിളിയോ,
ഇല്ലെങ്കിൽ മറ്റുള്ള യൂട്യൂബുകൾ, അതുപോലെ തന്നെ ഫേസ്ബുക്കുകൾ, അങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിലേക്ക് വരുന്ന ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷനൊക്കെ എന്താണ് നമ്മുടെ പ്രാർത്ഥനകളെ പലപ്പോഴും ഡിസ്റ്റർബ് ചെയ്യാറുണ്ട്. എന്നാൽ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഈ വസ്തു നമ്മൾ ഈ അറയ്ക്ക് പുറത്ത് വെച്ചതിന് ശേഷം നമ്മൾ അറയിലേക്ക് കടന്ന് ഏകാഗ്രമായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്താണ് ഏകാഗ്രത ഉണ്ടാവുകയും ഏകാഗ്രതയോടുകൂടി പിതാവിൻ്റെ സന്നിധി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുക തന്നെ ചെയ്യും. അപ്പോൾ പലപ്പോഴും നമ്മുടെ ആരാധനകളിൽ, കുടുംബ പ്രാർത്ഥനകളിൽ, അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിപരമാകുന്ന പ്രാർത്ഥനകളിൽ ഏതെങ്കിലും ഒരു ഭവനത്തിലേക്ക് നമ്മളെ പ്രാർത്ഥനയ്ക്ക് വിളിക്കുകയാണെങ്കിൽ അവിടെയെല്ലാം മൊബൈലിൻ്റെ ഒരു അതിപ്രസരണം നമുക്ക് കാണുവാൻ കഴിയും. കയ്യിൽ നിന്ന് ഒരിക്കലും മാറ്റിവെക്കാൻ കഴിയാത്ത പോലെ നമ്മുടെ ഒരു ശരീരത്തിൻ്റെ അവയവം പോലെ മൊബൈൽ ഫോൺ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും എന്താണ് നമുക്ക് ഏകാഗ്രമായി പ്രാർത്ഥിക്കുവാനോ ബൈബിൾ വായിക്കുവാനോ കഴിയത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അറയിൽ കിടക്കുമ്പോൾ നമ്മൾ പിതാവുമായി മുഖാമുഖം കണ്ടുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പുറത്തുള്ള ഒന്നിനും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ കഴിയത്തില്ല, ഒന്നിൻ്റെയും ശബ്ദം നമ്മളെ അലോസരപ്പെടുത്തത്തില്ല. അങ്ങനെ നമുക്ക് പിതാവുമായി ഏകാഗ്രതയോടുകൂടി സംസാരിക്കുവാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം എവിടെയുണ്ട്? ഈ അറയ്ക്കുള്ളിൽ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ആണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ വേഗത്തിൽ നിങ്ങൾ കടക്കേണ്ടത് ഒരു അറയുടെ ഉള്ളിലേക്കാണ് എന്ന് പറഞ്ഞാൽ പിതാവും നിങ്ങളും മാത്രം ഉള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പ്രവേശിക്കണം. മറ്റൊന്നിനും നിങ്ങളെ അലോസരപ്പെടുത്തുവാൻ കഴിയത്തില്ലാത്ത, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഭംഗം വരുത്തുവാൻ കഴിയത്തില്ലാത്ത ഒരു പ്രദേശത്തിലേക്ക്, ഒരു പ്ലേസിലേക്ക് നിങ്ങൾ നീങ്ങിയിരുന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവിടെ ഒരിക്കലും എന്താണ് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകത്തില്ല. അങ്ങനെ നിങ്ങളുടെ വായിൽ നിന്നും ഉതിർന്നു വീഴുന്ന ഓരോ പ്രാർത്ഥനകളുടെ ശബ്ദവും എവിടെ പതിക്കും? അത് സ്വർഗസ്ഥനാകുന്ന പിതാവിൻ്റെ കാതുകളിൽ പതിക്കുമെന്നാണ് ദൈവത്തിൻ്റെ തിരുവചനത്തിലൂടെ നമ്മളോട് പറയുവാൻ ഈ എഴുത്തുകാരൻ ആഗ്രഹിക്കുന്നത്. അപ്രകാരം നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവസന്നിധിയിലിരുന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ കാതുകളിലേക്ക് ദൈവത്തിൻ്റെ ആലോചനകൾ ഇങ്ങനെ ഇറ്റിറ്റ് വീഴണമെങ്കിൽ നമ്മൾ നിശ്ചയമായും ഒരറയ്ക്കുള്ളിലെ അനുഭവത്തിലേക്ക് കടക്കുന്നുവെങ്കിൽ മറ്റൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ നമ്മൾ അവിടെ തന്നെ നമ്മുടെ കാതുകളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അറയ്ക്കുള്ളിൽ കാതോർത്തിരിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ മറുപടിയുമായി അവിടുന്ന് നമുക്ക് ഇറങ്ങി വരുവാൻ കഴിയുക തന്നെ ചെയ്യും. കഴിഞ്ഞകാല ഭക്തന്മാരുടെയൊക്കെ ജീവിത കാലഘട്ടങ്ങളിൽ അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരറ അവർ കണ്ടെത്തിയിരുന്നു, ഇല്ലെങ്കിൽ ഒരു സ്ഥലം അവിടെ കണ്ടെത്തിയിരുന്നു. അവിടെയാണ് അവരുടെ പ്രാർത്ഥനകൾ പൊഴിഞ്ഞു വീണത്, അവിടെയാണ് അവർ ദൈവാലോചനകൾ പ്രാപിച്ചത്. യേശുക്രിസ്തുവിൻ്റെ ഗെത്സമനയിലെ പ്രാർത്ഥന നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവൻ അതിശ്രദ്ധയോടുകൂടെ അവിടെ പ്രാർത്ഥിച്ചു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ആ രാവിൻ്റെ യാമത്തിൽ മറ്റാരും എന്താണ് ഒരു ശല്യം ചെയ്യത്തില്ലാത്ത, മറ്റൊരു ഒച്ചയും ബഹളവും ഒന്നുമില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ യേശുക്രിസ്തു പിതാവിൻ്റെ സന്നിധിയിൽ ഒരു കല്ലേറ് ദൂരം പോയി വാങ്ങി മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ വായിൽ നിന്നും ഉതിർന്നു വീണ ഓരോ പ്രാർത്ഥനയുടെ ആ വാക്കുകളും പിതാവിൻ്റെ കാതിൽ പതിക്കുമ്പോൾ യേശുവിനെ ശക്തിപ്പെടുത്തുവാൻ അവിടെ ഒരു ദൂതൻ ഇറങ്ങി വരികയാണ്. പിതാവിൻ്റെ ഇഷ്ടമെന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ ഒരു സീക്രട്ട് ചേംബറായിരുന്നു ഗെത്സമനെ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കർമ്മേലിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ടും മുഴങ്കാലുകൾക്കിടയിൽ തലവെച്ച് പ്രാർത്ഥിക്കുന്ന ഏലിയാവിൻ്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ കാതുകളിൽ പതിച്ചത് മറ്റൊന്നുകൊണ്ടുമല്ല, അവനെ അലോസരപ്പെടുന്ന ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു സീക്രട്ട് ചേംബറിൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇരുന്നു കൊണ്ട് ദൈവത്തെ മുഖാമുഖം കണ്ട് പ്രാർത്ഥിക്കുന്നത്, അപ്രകാരം ഏലിയാവ് കർമ്മേലിൻ്റെ പ്രാർത്ഥനയുടെ പർവ്വതത്തിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമക്കളെ, എനിക്ക് പറയുവാനുള്ളത്, ഈ കാലഘട്ടത്തിൽ ഒരു ദൈവവൈദ്യൻ്റെ പ്രാർത്ഥനയെ ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ നമുക്കൊരു സീക്രട്ട് പ്ലേസിനെ അറേഞ്ച് ചെയ്തിട്ട് നമ്മളെ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യത്തില്ലെന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു മുറിക്കുള്ളിലോ ഒരു സീക്രട്ട് പ്ലേസിലോ നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഒരിക്കലും വൃഥാവായി പോവുകയില്ല. ആ പ്രാർത്ഥനകളുടെ ശ്രദ്ധയെ തെറ്റിച്ച് കളയുവാൻ ഒരന്ധകാരത്തിൻ്റെ ശക്തിക്കും കഴിയത്തില്ലെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഈ സീക്രട്ട് പ്ലേസിലേക്ക്, ഇല്ലെങ്കിൽ അറയിൽ കടന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അങ്ങനെ ഇന്നു മുതൽ നമ്മൾ നമ്മുടേതാകുന്ന, നമ്മളെ അലോസരപ്പെടുത്തുന്ന, നമ്മളെ പ്രാർത്ഥനയിൽ ഡിസ്റ്റർബ് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള ടെക്നിക് ഗാഡ്ജസ്റ്റുകളെയും മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സീക്രട്ട് ചേംബറിലിരുന്നു കൊണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി നമ്മുടെ പ്രാർത്ഥനകളെ ഒന്നൊന്നായി ഉരുവിട്ട് പറയുന്നുവെങ്കിൽ അവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടിയുമായി ഇറങ്ങി വരുവാൻ കഴിയുമെന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം വളരെ വ്യക്തമായും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയ്ക്ക് എപ്പോഴാണോ ദൈവം നമ്മളോട് പറയുന്നത്, എപ്പോഴാണോ പരിശുദ്ധാത്മ നമ്മളെ പ്രേരിപ്പിക്കുന്നത്, ആ സമയത്ത് നമുക്ക് ഒരു അറയിലേക്ക് കടന്നുകൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് നിന്നുകൊണ്ട് ലോകത്തിൻ്റെ ശബ്ദങ്ങളും ശബ്ദ കോലാഹലങ്ങളും ലോകത്തിൻ്റെ ചിന്തകളെയൊക്കെയും
ആ അറയ്ക്ക് പുറത്ത് വെച്ചിട്ട് അറയുടെ ഉള്ളിലേക്ക് കടന്ന് നമുക്ക് ശക്തിയോടെ പ്രാർത്ഥിക്കാം. പിശാചിൻ്റെ അടിസ്ഥാനങ്ങളെ പറിച്ചു കളയുന്ന വലിയ പ്രാർത്ഥനയുടെ ശക്തി നമുക്ക് അവിടെ നിന്ന് കണ്ടെത്തുവാൻ കഴിയും. അപ്രകാരം നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ എളിയ വാക്കുകളെ ഇവിടെ നിർത്തുന്നു. ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.